നമസ്കാരം. വയനാട് വാർത്തകളിൽ നിറഞ്ഞു നിന്നപ്പോൾ കൽപ്പറ്റ നാരായണ മാഷ് നമ്മെ പരിചയപ്പെടുത്തിയ കോന്തല എന്ന പുസ്തകം വായനക്കാരായ നമ്മുടെ ഉള്ളിൽ ചെറിയൊരു വിങ്ങലെങ്കിലും ഒരു പക്ഷേ ഉണ്ടാക്കിയിട്ടുണ്ടാകും. കൽപ്പറ്റ നാരായണ മാഷ് തൻ്റെ മുണ്ടിൻ്റെ കോന്തലയിൽ പൊതിഞ്ഞ് അവതരിപ്പിക്കുകയാണ് വയനാടിനെ കുറിച്ച്. സാധാരണക്കാരൊക്കെ ഓർമ്മ പുസ്തകങ്ങൾ എഴുതുമ്പോൾ അവരവരെ കുറിച്ചുള്ള ഓർമ്മകളാണ് എഴുതുന്നതെങ്കിൽ കൽപ്പറ്റ നാരായണ മാഷിന്റെ കോന്തലയിൽ, അതായത് അദ്ദേഹത്തിന്റെ ഓർമ്മ പുസ്തകത്തിൽ കൂടുതലായും അദ്ദേഹം പുറത്തു കൊണ്ടുവരുന്നത് വയനാട് എന്ന നാടിനെ കുറിച്ചാണ്. കുത്തിപ്പറിക്കുന്ന തണുപ്പ്, ഇടമുറിയാത്ത മഴ, രാവുകളെ വീണ്ടും വീണ്ടും ചിരകി ഏകാന്തത കളയുന്ന ചീവീടുകൾ, തീരാത്ത രാവുകൾ, തുടിയൊച്ച കരയിടുന്ന വേനൽ സന്ധ്യകൾ, അതുപോലെ തന്നെ എന്തെങ്കിലും എപ്പോഴുമൊക്കെ മണ്ണിൽ കുഴിച്ചിടുകയും പുറത്തെടുക്കുകയും ചെയ്യുന്ന വയനാട്ടിലെ കർഷകർ, കാപ്പി പൂത്ത ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഉദ്യാനമാകും അത്രേ വയനാട്. അതുപോലെ തന്നെ കുപ്പിച്ചില്ല് മണ്ണിൽ കുഴിച്ചിട്ടാൽ പോലും മൂന്നാം നാൾ മുളയ്ക്കും അത്രേ വയനാട്ടിൽ. ഇതാണ് വയനാടൻ മണ്ണിന്റെ ഭാവപ്പകർച്ച. ഇങ്ങനെ ഒരുപാട് അദ്ദേഹം വയനാടിനെ കുറിച്ച് വിവരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അവിടുത്തെ ചില മനുഷ്യരും അവരെ കുറിച്ചുള്ള നമുക്ക് താല്പര്യമുള്ള ചില സംഭവങ്ങളുമൊക്കെ ഈ കോന്തലയിലൂടെ അദ്ദേഹം പുറത്തു വരുന്നുണ്ട്. 20 അധ്യായങ്ങളായിട്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഓരോന്നും ഓരോ കഥയാണ്, ഓരോന്നിനും ഓരോ തുടക്കവും ഒടുക്കവും ഒക്കെ ഉണ്ട്. ഒരു അധ്യായത്തിൽ ചെറുപ്പത്തിൽ തന്നെയും കൂട്ടി അച്ഛൻ കായക്കുല വിൽക്കുവാൻ വേണ്ടി കോഴിക്കോട് ചന്തയിലേക്ക് പോവുകയാണ്. അതിനെ കുറിച്ചിട്ടാണ് ഒരു കഥയാണ് അവിടെ വിവരിക്കുന്നത്. ചന്തയിലെത്തുമ്പോൾ തടിച്ചു മുഴുത്ത കുലകളാണ്. അതിൻ്റെ ഇടയിൽ തങ്ങളുടെ പ്രാരാബ്ധ കുല ആരും ഗൗനിച്ചതേ ഇല്ല. അവസാനം വൈകിയ വേളയിൽ തന്നെ ആർക്കും വിൽക്കാനാവാതെ തന്നെ കുറഞ്ഞ വിലയ്ക്ക് കൊടുത്തുകൊണ്ട് അവർ തിരിച്ചു പോവുകയാണ്. അതുകൊണ്ട് തന്നെ വണ്ടിക്കൂലിക്ക് പോലും മറ്റുള്ളവരോട് ഇരുന്ന് വാങ്ങിയാണ് അവർ അച്ഛനും മകനും വീട്ടിലേക്ക് എത്തിയത്. അവിടെ നിന്ന് പോരുമ്പോൾ ചന്തയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരേണ്ട ഒരു വലിയ ലിസ്റ്റ് സാധനങ്ങളുടെ അമ്മ അവർക്ക് നൽകിയിരുന്നു. ഇതൊന്നും വാങ്ങിക്കാൻ സാധിച്ചില്ല. മാഷിന്റെ തന്നെ വാക്കുകൾ ഇങ്ങനെയാണ്: അവർ തിരികെ എത്തുമ്പോൾ അമ്മ പടിപ്പുരയിൽ പാനീസുമായി നിൽക്കുന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞ സംഭവങ്ങളൊന്നും അമ്മയ്ക്ക് മനസ്സിലായതേ ഇല്ല. അമ്മ വീണ്ടും വീണ്ടും ശബ്ദം ഉയർത്തിച്ച് തർക്കിച്ചുകൊണ്ടേയിരുന്നു. അവസാനം അച്ഛൻ ഉറിക്കയറ് വലിച്ചെടുത്ത് അമ്മയെ അടിച്ചു അത്രേ. അതുപോലെ മറ്റൊരു അധ്യായത്തിൽ പറയുന്നത് അച്ഛന് യാത്രകൾ പലപ്പോഴും ഒരു ഹരമായിരുന്നു. തുടക്കമൊക്കെ വളരെ മുമ്പോട്ട് ഭംഗിയായി പോകുമ്പോൾ, എന്നാൽ അവസാനിക്കുമ്പോഴോ അത് ഏറ്റവും വളരെ വിഷമത്തോടുകൂടി തന്നെയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അവസാനത്തെ യാത്രയും അതുപോലൊക്കെ തന്നെയായിരുന്നു. താൻ അച്ഛനോടൊപ്പമാണ് ആദ്യം കാറിൽ കയറിയത്. തൻ്റെയും അമ്മയുടെയും അയൽക്കാരിൽ ഒരാളുടെയും മടിയിൽ അച്ഛൻ്റെ വിറങ്ങലിച്ചൊരു ശരീരം നിൽക്കുന്നുണ്ടായിരുന്നു. കാലുകൾക്ക് നീളം കൂടുതലായതുകൊണ്ട് തന്നെ ഡോറിന്റെ പുറത്തേക്ക് നീണ്ടു നിന്നിരുന്നു. അതുകൊണ്ട് ഡോർ അടയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് കയറുകൊണ്ട് ബന്ധിച്ചിട്ടാണ് ആ കാറ് മുമ്പോട്ട് നീങ്ങിയത്. ആ കാറിന്റെ ആ ഡോറിന്റെ സൈഡിലൂടെ അന്നത്തെ കനത്ത മഴയും കാറ്റുമൊക്കെ ഉള്ളിലേക്ക് പ്രവഹിച്ചിരുന്നു. ഇങ്ങനെ വളരെ ഹൃദയസ്പർശിയായിട്ടാണ് അദ്ദേഹം ഇത് വിവരിക്കുന്നത്. അവസാനം ഇങ്ങനെ പറയുന്നുണ്ട്, അതിൽ ഒത്തിരിയേറെ കഥാപാത്രങ്ങളെ കാണാമെങ്കിലും തൻ്റെ അമ്മയെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: അമ്മയ്ക്ക് പരിഷ്കാരമോ മോടിയോ ഒന്നും തന്നെയില്ല. പ്രകൃതിയുടെ കാലാവസ്ഥ ദുരന്തമായിരിക്കുമ്പോൾ തങ്ങളുടെ ജീവൻ തങ്ങൾക്ക് കലങ്ങും വിലങ്ങും കിടന്നുറങ്ങുമ്പോൾ അമ്മയെ ആ ചുമതല ഏൽപ്പിച്ചിട്ടാണ് ഉറങ്ങുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ഇത് വയനാടിന്റെ കഥയാണ്. ആ നഷ്ടബോധത്തിന്റെ, ദുഃഖത്തിന്റെ, തീരാവേദനയുടെ, കുടുംബ ബന്ധങ്ങളുടെ ഒക്കെയാണ് കഥ പറയുന്നത്. ഈ കോന്തലയിലുള്ളത്ര വയനാട് ഇന്ന് വയനാട്ടിൽ ഇല്ല എന്ന് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ മാഷ് ഇവിടെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് എന്ന കാര്യം ഇപ്പോൾ നാം ഓർക്കുമ്പോൾ വളരെ വിങ്ങലോട് കൂടിയാണ് നാം കേൾക്കുന്നത്. നമുക്കൊപ്പമുള്ളവർക്ക് ആവശ്യം സഹതാപമല്ല, മറിച്ച് നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു ചെറിയ സഹായമെങ്കിലും ചെയ്യാൻ സാധിക്കുമ്പോഴാണ്, നമ്മൾ ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് ഈ ഇതിനെയൊക്കെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് മഴയിലും ആ ജീവിതമാകുന്ന തോണി തുഴയുവാൻ, മുന്നോട്ട് നീങ്ങുവാൻ, മറ്റുള്ളവർക്ക് ഒരു കൈത്താങ്ങായി മാറുവാൻ ഈ ഓണക്കാലത്ത് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും തിരുവോണാശംസകൾ നേരുന്നു.